നമുക്കൊരു ഡ്രോയിങ് എങ്ങനെയാണ് സ്ക്രൂട്ടനൈസ് ചെയ്ത് PDF ഉണ്ടാവുന്ന ഇഷ്യൂസ് ഒഴിവാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സർവീസസിൽ ബിൽഡിംഗ് പെർമിഷൻ എന്നുള്ള മൊഡ്യൂളിൽ നിന്ന് നമുക്ക് സ്ക്രൂട്ടനൈസ് യുവർ ബിൽഡിംഗ് പ്ലാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആദ്യം സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സെർച്ച് എഞ്ചിൻ്റെ പോർഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമുക്കതിൽ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. 30 MB സൈസ് വരെയുള്ള CAD ഫയൽ മാത്രമേ പറ്റുള്ളൂ. ആ CAD ഫയൽ എന്ന് പറയുന്നത് DXF ഫോർമാറ്റ് ആയിരിക്കണം. അതിനുശേഷം നമ്മൾ ഇതിൽ CAD അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രോയിങ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അത് സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രോയിങ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത് എന്ന് നോക്കാം. ഡ്രോയിങ് ജനറേറ്റ് ചെയ്ത് ഇപ്പം എന്താ സ്ക്രൂട്ടിനി ആക്സെപ്റ്റഡ് ആയി കിട്ടിയിട്ടുണ്ട്. നമ്മളിത് പ്രധാനമായിട്ട് നോക്കുന്നത് ഡ്രോയിങ്ങിൽ ഉണ്ടാകുന്ന ഇഷ്യൂ, അതായത് ഷീറ്റിൽ പ്രോപ്പറായിട്ട് ഈ ഒരു ഇതിലല്ലാതെ നമുക്ക് വരുന്ന കേസസ്, അതായത് ഇത് കണക്കൊക്കെ ഡ്രോയിങ് ഒരു കോർണറിലൊക്കെ വരാം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്കത് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ള ഒരിതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നോക്കുന്നത്. ഓക്കെ, ഇതിൽ പ്രോപ്പറായിട്ട് എനിക്ക് സംഭവിച്ചിരിക്കുന്ന ഡ്രോയിങ് ചെയ്തപ്പോഴത്തേക്കുള്ള കുറച്ച് കോമൺ ഇഷ്യൂസ് ആണ് കാണിക്കുന്നത്. ബാക്കി നമ്മൾ ഡ്രോയിങ്ങിൽ ഇനി ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഈ ഒരു ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ഡ്രോയിങ് ഇവിടെ ഓപ്പൺ ഇൻ സെയിം വിൻഡോ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്രോയിങ് വലുതായിട്ട് കാണാം. വലുതായതിനു ശേഷം നമ്മൾ ഈ ഡ്രോയിങ് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കുക. ഒരു ഇഷ്യൂ കാണാൻ പറ്റും. ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ട കുറച്ച് ആരോസും കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ടോ. ഈ ആരോസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിലുണ്ടായിട്ടുള്ള ഇഷ്യൂസ് ആണ്. അതായത് ആരോ പ്രോപ്പറായിട്ട് അല്ല നമ്മൾ എന്തിന് ചെയ്തിരിക്കുന്നത്, ഡയമെൻഷൻ ചെയ്ത സമയത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വന്നിരിക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് റെയിൻ വാട്ടർ സ്റ്റോറേജിൻ്റെ അവിടെ നിന്നാണ് എന്നുള്ള ഒരു ഇഷ്യൂ ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ്. അപ്പം നമുക്കത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഞാൻ ആ ഒരു ഡ്രോയിങ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെല്ലാം കുറേ ആരോസുകൾ കിടപ്പുണ്ട്. ഈ ആരോസിൽ ഏതോ ആരോസ് ആണ് ഇഷ്യൂ. അപ്പം നമുക്ക് ആ ആരോസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിപ്പം പ്രോപ്പർ ആണെങ്കിൽ നമ്മളത് ക്ലിക്ക് ചെയ്ത് എക്സ്ക്ലൂഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആരോസ് എല്ലാം നമുക്ക് ബ്രേക്ക് ആവും. അതിനുശേഷം നമ്മൾ ഈ ആരോസ് ഓരോന്നായിട്ട് നമ്മൾ എന്തിനു ചെയ്ത് കളയുക, റിമൂവ് ചെയ്ത് കളയണം. നമ്മൾ ഇവിടെ നിന്ന് ഒരു ആരോസ് ആയിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞ് നമ്മൾ പ്രോപ്പറായിട്ട് എന്തിനു ചെയ്യുക, ഡയമെൻഷൻ ഇത് കൊടുക്കുക. ബാക്കി ഞാൻ ഇപ്പോൾ ചെയ്തതിന് ശേഷം ഉള്ളൊരു ബാലൻസ് വീഡിയോ ആയിട്ട് തുടർന്ന് കാണിക്കാം. ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ആരോസ് ഒരുവിധമെല്ലാം ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒരു 3 ആരോസും കൂടി ഇതിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിലുണ്ടായിരുന്നത് ഒരു 3 ആരോസും കൂടി ഞാൻ എന്ത് ചെയ്ത് കളഞ്ഞു, റിമൂവ് ചെയ്തു. അപ്പോൾ അത് വരത്തേക്ക് ഇപ്പോൾ ആരോസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതങ്ങ് എക്സ്പ്ലോഡ് ചെയ്ത് നിങ്ങളതൊന്ന് കറക്റ്റ് ചെയ്തുകൊണ്ടാൽ മതി. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് സേവ് ചെയ്തിട്ട് നമ്മൾ സ്ക്രൂട്ടിനിക്കായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. സ്ക്രൂട്ടിനിക്കായിട്ട് നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്തു. നമുക്കിത് നോ എന്നിട്ട് എങ്ങനെയെല്ലാം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും വേണ്ട, നമ്മളിത് മുകളിൽ റീലോഡ് കൊടുത്ത് ഒന്നുകൂടെ എടുത്താൽ മതി. അതിനുശേഷം നമ്മളിവിടെ വന്ന് വീണ്ടും സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്ക്രൂട്ടിനിയുടെ പ്രോസസ്സ് കഴിഞ്ഞ് നമുക്ക് പ്ലാൻ ജനറേറ്റ് ചെയ്ത് കിട്ടും. എല്ലാം ഓക്കെ ആണെങ്കിൽ ബിൽഡിംഗ് പ്ലാൻ EDCR ഈസ് ആക്സെപ്റ്റഡ് എന്നുള്ള ഇത് മുഖേനയായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ പ്ലാൻ PDF എന്നുള്ള ഇത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടിയോ എന്നുള്ള ആയിട്ടില്ല. അപ്പോൾ വീണ്ടും എവിടെയോ നമുക്ക് ചെറിയൊരിതുണ്ട്. അപ്പോൾ ഇത് സ്ക്രീൻ വലുതായിട്ട് നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് അറിയാൻ പറ്റും. അവിടെയായിട്ട് ചെറിയൊരു ഡോട്ട് കണ്ടോ, ഡാർക്കായിട്ടുള്ള ഡോട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അതൊരു ആരോയുടെ ഇതാണ്. അപ്പോൾ നമുക്കത് എവിടെയാണെന്നുള്ളത് നമ്മൾ ഒന്നും കൂടി ഡ്രോയിങ് ചെക്ക് ചെയ്യണം. ഡ്രോയിങ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേറെ എവിടെയെങ്കിലും ഓരോ ഉണ്ടോ എന്നുള്ളത് നോക്കും. ആരോ നോക്കുമ്പോഴത്തേക്ക് നമുക്കത് അവിടെയായിട്ട് ആരോ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ആരോയും കൂടി റിമൂവ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത വീണ്ടും ഒന്നും കൂടെ സ്ക്രൂട്ടിനിക്ക് സബ്മിറ്റ് ചെയ്യാം. സ്ക്രൂട്ടിനിക്ക് സബ്മിറ്റ് ചെയ്യുകയാണ്. സ്ക്രൂട്ടിനിക്ക് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് ആ ഇത് വന്നു. അത് നമ്മളൊന്നുകൂടി എന്തിരി ചെയ്യുക, റീലോഡ് ചെയ്യുക. ഇവിടെ ഒന്ന് അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്ക്രൂട്ടിനൈസിൻ്റെ ഇത് നടന്ന് ഫൈനൽ ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്നുകൂടി ചെക്ക് ചെയ്യാം. ഇപ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പം എല്ലാം ഓക്കെ ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഡ്രോയിങ് ഫുൾ ഫിറ്റ് വരത്തക്ക രീതി വന്നിരിക്കുന്നത്. ഇതുപോലെ വരത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ എന്തിന് ചെയ്യേണ്ടത്,
ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ചില സമയത്തെന്ന് പറയുന്നത് നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്തുള്ള കുറച്ച് ഇഷ്യൂസാണ് കാണിച്ചിരുന്നത്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ നിന്ന് ചെയ്തതിന് ശേഷം നിങ്ങൾ ചിലപ്പോൾ മാച്ച് പ്രോപ്പർട്ടി ഒക്കെ കൊടുത്ത് വെച്ചേക്കുന്നതായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഈ ഓണറുടെ പേര് ഇപ്പുറത്തോട്ടൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങളിതിപ്പം ബിൽഡിംഗ് എന്നുള്ള ഈ ഒരു ഫ്ലോറിൽ കൊടുത്തു വെച്ചാൽ നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നിങ്ങൾ ഫയൽ കൊണ്ടുവന്ന് ഇവിടോട്ട് ഇങ്ങനെ വെച്ചങ്ങ് പോകും. ഇത് എനിക്ക് ഓണർ നെയിം ഇങ്ങനെ നമ്മൾ രണ്ടു എടുത്ത് നമ്മൾ കൊണ്ടുവച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് പോകാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ന് പറയുന്നത് ഇത് മൊത്തത്തിൽ നമുക്കുള്ളതെന്ന് പറയുന്ന ബിൽഡിംഗ് ലെയർ യൂസ് ചെയ്ത്, അതായത് ഫ്ലോറിന്റെ ലെയർ യൂസ് ചെയ്തും, ഇത് സർവീസ് പ്ലാനിന്റെ ലെയർ യൂസ് ചെയ്തും, ഇത് റെയിൻ വാട്ടർ സ്റ്റോറേജിന്റെ ലെയർ യൂസ് ചെയ്തും, ഇത് സൈഡ് പ്ലാനിന്റെ ലെയർ യൂസ് ചെയ്തുമാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ഓർക്കാതെ നമ്മൾ ഡ്രോയിങ്ങിൽ നിന്നൊക്കെ കോപ്പി ചെയ്ത് ഇപ്പുറത്തോട്ടൊക്കെ വെച്ചിട്ട് സേവ് ചെയ്തൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് ഉണ്ടാവുന്ന ഇഷ്യൂ ആണ് നെക്സ്റ്റ് കാണിക്കുന്നത്. അപ്പം നമ്മൾ സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഡ്രോയിങ് സ്ക്രൂട്ടിനിക്കായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഇത് കണക്ക് നമുക്കൊരു കോർണറിലേക്ക് വരത്തക്ക രീതിയിലായിരിക്കും ഡ്രോയിങ്സ് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത്. സ്ക്രൂട്ടിനി അക്സെപ്റ്റ് ചെയ്ത് കിട്ടും, എന്നാൽ നമുക്കിത് വരുന്ന സമയത്തെന്ന് പറയുന്നത് ഇത് കണക്കൊക്കെ ഇരിക്കും. ഇപ്പോൾ ഒരു എണ്ണത്തെ ബേസ് ചെയ്ത് ഇപ്പം ഇത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ ബേസ് ചെയ്താണോ നമുക്ക് ഉള്ളത്, ഇതിപ്പോൾ ഫ്ലോർ പ്ലാൻ ആണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു പോർഷൻ മാത്രമായിരിക്കും നമുക്ക് എന്തിന് ചെയ്യുന്നത് ഇവിടെ ചെറുതായിട്ട് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഫ്ലോർ പ്ലാനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ബിൽഡിംഗ് പ്ലാനിനെ ബേസ് ചെയ്തിട്ടുള്ളതിന്റെ ലെയർ ആണ് നമുക്ക് തൊട്ടപ്പുറത്തോട്ട് ഇരിക്കുന്നത് എന്നും എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട് അടുത്തൊരു ഇതും കൂടെ കാണിച്ചു തരാം. ഇപ്പം ഈ ഒരു ഇതിൻ്റെ അകത്ത് ഞാനിപ്പം ഈ ഒരു റെഗുലറൈസേഷൻ എന്നുള്ള ഹെഡിങ് ഈ സൈഡ് പ്ലാനിൽ നിന്നാണ് കോപ്പി ചെയ്ത് ഈ ഒരു ബിൽഡിംഗ് പ്ലാനിലെ ഇതിലോട്ട് കൊണ്ടുവച്ചത് എന്ന് എടുക്കും. അല്ലെങ്കിൽ ഇവിടെ ഇപ്പം സൈഡ് പ്ലാനിൽ നിന്ന് കോപ്പി ചെയ്ത് എവിടോട്ട് കൊണ്ടുവച്ചു, ബിൽഡിംഗ് പ്ലാനിലോട്ട് പ്ലേസ് ചെയ്തു എന്ന് എടുക്കും. അതിനുശേഷം ഞാൻ ഇവിടെ സേവ് ചെയ്ത് ഹെഡിങ് കൊടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന ഹെഡിങ് കോപ്പി ചെയ്ത് ഇവിടോട്ട് പ്ലേസ് ചെയ്തു. അപ്പം നമ്മളത് പ്രോപ്പറായിട്ട് മാച്ച് ചെയ്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഇരിക്കുന്നത് സൈഡ് പ്ലാനിൻ്റെ ഇതും നമുക്ക് ഈ ഒരു ബോക്സിലുള്ള എല്ലാം ഫ്ലോർ പ്ലാനെ ബേസ് ചെയ്തിട്ടുള്ള ലെയറും ആയിരിക്കും നമ്മൾ മാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തേക്ക് എന്ന് പറയുന്നത് നമ്മളിതാ ഈ ഒരു ഇതിലോട്ട് നമ്മളിപ്പം അപ്ലോഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ട്രയലിൽ നമ്മളിതാ ഇവിടോട്ട് ഇത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഡ്രോയിങ് ഒന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുക. സ്ക്രൂട്ടിനി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവിടെയും നമുക്ക് സൈഡ് പ്ലാൻ വരുന്ന സമയത്ത് ആ സൈഡ് പ്ലാൻ ചെറുതാവും. കാരണം നമ്മൾ സൈഡ് പ്ലാനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ടെക്സ്റ്റ് ആണ് നമുക്ക് വിടോട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്താ ഇത് കണക്ക് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഡ്രോയിങ് ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇത് നമുക്ക് ഏകദേശം ഏതാണ് വരുന്നതെന്നുള്ള ഇത് വെച്ച് നോക്കാം. നമുക്ക് ഏകദേശം ഇതാണ് വരുന്നതെന്നുള്ളത്. ഇപ്പം ഡൗട്ട് ഇതാണെന്നെങ്കിൽ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പം പ്രോപ്പർ ഇതിലാണോ എന്നുള്ളത് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്ക്രൂട്ടിനൈസിൽ ഈ ഡ്രോയിങ് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റും ഏത് ടെക്സ്റ്റ് ആണ് ഇഷ്യൂ ഉള്ളതെന്ന്. ഏത് ടെക്സ്റ്റ് ആണ് ഇവിടെ നിന്ന് ഇഷ്യൂ ഉള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് നമ്മൾ നോക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇതാണ് സർവേ നമ്പറിൻ്റെ ഇതെന്ന് അറിയാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അത് അവിടെ നിന്ന് വന്നതിന് ശേഷം ഇവിടോട്ട് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഒരു ഇതായിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും ഇത് സൈഡ് പ്ലാൻ്റെ ആണ്. അപ്പോൾ സൈഡ് പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് മാച്ച് ചെയ്ത് ഇതിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കുക. അപ്പോൾ ഏതിലോട്ട്, ഈ ഒരു ഫ്ലോർ പ്ലാൻ ലെയറിലോട്ട് മാറ്റി കൊടുക്കുക. അതേ കണക്ക് ഇവിടെ ഇരിക്കുന്നതും ബിൽഡിംഗ് പ്ലാനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏത് ഷീറ്റാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരത്തക്ക രീതിയിൽ നമ്മളിത് മാച്ച് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് അടുത്തതായിട്ട് നമുക്ക് എല്ലാം മാച്ച് ചെയ്തതിന് ശേഷം ഉള്ളതൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. സേവ് ചെയ്യണം. സേവ് ചെയ്തതിന് ശേഷം വേണം നമ്മളിവിടെ വന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്കിവിടെ ഡ്രോയിങ് ജനറേറ്റ് ചെയ്ത് കിട്ടി. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഇഷ്യൂ നമുക്കിവിടെ സോൾവ് ആയി. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്യൂ മാറ്റാനായിട്ട് പറ്റും. ഇതുപോലെ അടുത്തൊരു കേസും കൂടി നമുക്ക് നോക്കാം. അടുത്തൊരു ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഇഷ്യൂ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ഡ്രോയിങ്
നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രൂട്ടിനൈസിൻ്റെ ഇത് ഓപ്പൺ ചെയ്യുക. നമ്മൾ ആ ഒരു ഡ്രോയിങ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ എടുക്കുന്ന സമയത്തേക്ക് ഒരു ലൈൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ലൈൻ മാത്രമാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ലൈൻ തിക്നെസ് ഭയങ്കരമായിട്ട് കൂടിയ ഒരു ലൈൻ. ഈ ലൈൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്തേക്ക് എന്തിനാവാതിരിക്കാം, അത് കുറേ ഇതിൽ നമുക്ക് അഫക്റ്റഡ് ആയിട്ടുണ്ട്. കണ്ടോ, യൂട്ടിലിറ്റി പ്ലാനിൽ എഫക്റ്റ് ആയിട്ടുണ്ട്, സൈഡ് പ്ലാനിൽ എഫക്റ്റ് ആയിട്ടുണ്ട്, സർവീസ് പ്ലാനിൽ എഫക്റ്റ് ആയിട്ടുണ്ട്. ഇതിലെല്ലാം ഈ ഒരു ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഷീറ്റ് ഇത് കണക്ക് ഫുൾ സെറ്റ് ചെയ്ത് കിട്ടത്തില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ഷീറ്റ് എടുത്തതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുന്ന സമയത്ത് ഇത് എവിടെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് 0 ലെയറിൽ വല്ല ഇതും കിടക്കുന്നോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ലെയർ മെട്രിക്സ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലെയറിൻ്റെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഓരോന്നായിട്ട് ഓഫ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ സൈഡ് പ്ലാൻ ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് എടുത്തതിന് ശേഷം നമ്മൾ സൈഡ് പ്ലാൻ വരയ്ക്കുമ്പോഴത്തേക്ക് ഫ്ലോറിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളവിടെ വരയ്ക്കുന്നത്. യൂണിറ്റ് ബി അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ ലെയർ ഞാൻ ഓരോന്നായിട്ട് ഓഫ് ചെയ്തിടുകയാണ്. കണ്ട, ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ കണ്ട അത് എവിടെയായിട്ട് ഇങ്ങനെ 2 എണ്ണം കിടക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് കണ്ട ലെയറിലോട്ട് എന്തിനായിട്ടില്ല, മാച്ച് ആയിട്ടില്ല. ഒന്ന് ഒരു കേസ് എന്ന് പറഞ്ഞ ഒരു ഇതിലും ഒരെണ്ണം ലെയർ 0. ഈ ലെയർ 0 കിടക്കുന്നവനാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിൻ്റെ ലൈൻ തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ കണ്ട കൂടുതലാണ് കിടക്കുന്നത്. ഈ ലൈൻ തിക്നെസ് കൂടുതലായതുകൊണ്ടാണ് നമുക്കിവിടെ നമ്മൾ നോക്കിയ സമയത്ത് തിക്നെസ് നല്ല കൂടിയ ഒരു വെർട്ടിക്കൽ ലൈൻ പോലെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന, കണ്ട ഒരു ഇതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്ന. ഇപ്പോൾ ഇവനെ ഞാനൊന്ന് റിമൂവ് ചെയ്ത് കളയാണ്. അവനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഈ കേസ് എന്നുള്ള അത്ര റീഡായിട്ട് എടുത്തിട്ടില്ല, കാരണം കേസ് മാറ്റിൻ്റെ ആ ഒരു ലെയറിൽ കിടക്കുന്നതുകൊണ്ട് വന്നില്ല. പക്ഷേ 0 ലെയർ എന്ന് പറയുന്നത് അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ ഈ ഒരു കേസ് മാറ്റിൻ്റെ കൂടെ തന്നെ ഇതിനെ റിമൂവ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഇനി മറ്റേ ഓഫ് ചെയ്തിട്ട ലെയറുകളെല്ലാം വീണ്ടും പഴയ കണക്ക് ഓണാക്കി. അപ്പോൾ നമുക്ക് പഴയ കണക്ക് അവിടെ എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടും. അതിനുശേഷം ഡ്രോയിങ് സേവ് ചെയ്തു. വീണ്ടും സ്ക്രൂട്ടിനിക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. സ്ക്രൂട്ടിനിക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നോക്കാം നമുക്കിത് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത്. സ്ക്രൂട്ടിനിക്ക് അപ്ലോഡായി വന്നു. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്തേക്ക് കണ്ട നമുക്കതെല്ലാം പോയി ഒരു പ്രോപ്പറായിട്ടൊരു ഡ്രോയിങ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്ക് സ്ക്രൂട്ടിനി ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസുകൾ നമുക്കിനി ഉണ്ടാവുന്ന ഡ്രോയിങ്സിൽ വരുന്നതനുസരിച്ച് ഞാൻ എങ്ങനെയാണ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.